ഹായ്, നമസ്കാരം. പപ്പീസ് ഓർബിറ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും സന്തോഷമായിരിക്കുന്നു, സുഖമായും ഇരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അച്ഛൻ ഞങ്ങളെ വിട്ടു പോയിട്ട് ഇന്ന് 4 വർഷമാവുകയാണ്. അച്ഛൻ്റെ ഓർമ്മ ദിവസമാണ്. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ അമ്പലത്തിലേക്ക് പോവുകയാണ്. വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ പോവുകയാണ്. അവിടെ പോയി പൂജയും മറ്റു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വർക്കലയിലേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചയാണ് കേട്ടോ. റോഡ് വികസനത്തിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ റോഡിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെയുള്ള യാത്രയല്ലേ, നേരം വെളുക്കാൻ കുറച്ച് സമയമെടുക്കും. കുറച്ച് ലേറ്റായിട്ടാണല്ലോ നേരം വെളുക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയി ചേച്ചിയും മോനെയും വിളിച്ചുകൊണ്ടൊക്കെ പോവുക ചെയ്യുന്നത് നമ്മളെ. അമ്പലത്തിൽ പോയി തിലകവനമൊക്കെ നടത്തി പൂജകളൊക്കെ നടത്തിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി സദ്യയൊക്കെ ഒരുക്കി അച്ഛന് കൊടുക്കാനായിട്ട്. വർഷങ്ങൾ 4 എന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എപ്പോഴും അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയാണുള്ളത്. ഒരു ദിവസം പോലും നമ്മൾ ഓർക്കാത്തൊരു ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിങ്ങനെ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഓരോരോ കാര്യങ്ങൾ വീട്ടിലിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അച്ഛൻ അങ്ങനെ ചെയ്തിരുന്നു, അച്ഛൻ ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെയുള്ള ഓരോ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിനെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. അത് ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ശ്വാസം നിലയ്ക്കുന്നത് വരെ ഓർമ്മകൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. എപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ. ചില സമയങ്ങളിൽ ഞാൻ ഓർത്തു പോകാറുണ്ട്, ഇത്ര നേരത്തെ അച്ഛൻ പോകേണ്ടിയില്ലായിരുന്നു എന്ന്. കാരണം ഓരോ സമയത്തും നമുക്കിങ്ങനെ ഓർമ്മകളിൽ വരുമ്പോൾ വളരെ പെട്ടെന്ന് പോയതുപോലെ എനിക്ക് തോന്നുകയാണ്. കാരണം ജീവിതത്തിൽ പല പല കാര്യങ്ങളിങ്ങനെ വരുമ്പോൾ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നെപ്പോഴും തോന്നിപ്പോകുന്നുണ്ട്. അച്ഛന് വേണ്ടി സദ്യയൊക്കെ ഉണ്ടാക്കി അച്ഛന് കൊടുക്കാൻ പോവുകയാണ്. അച്ഛൻ വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം എനിക്ക് വരുമ്പോൾ കാക്കയുടെ രൂപത്തിൽ വന്ന് അച്ഛൻ എന്നെ വന്ന് വിളിക്കാറുണ്ട്. ആ വിളി കേൾക്കുമ്പോൾ ഞാൻ പുറത്തിറങ്ങി നോക്കുന്നത് വരെ അച്ഛൻ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ ഏതൊരു കാര്യത്തിനാണോ വിഷമിക്കുന്നത് അതിന് വിഷമിക്കേണ്ട മോളെ, അച്ഛൻ എൻ്റെ കൂടെ എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ അച്ഛനും അമ്മയും ഉള്ള കാലമാണ് ഏറ്റവും വലിയ സുവർണ്ണകാലമെന്ന് തോന്നിപ്പോകുന്ന ഒരുപാട് നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ജീവിതം എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, മാതാപിതാക്കളുടെ കാലം, അവരുടെ കൂടെയുള്ള ജീവിതം. ഞാൻ എന്നും മനോഹരമായ എൻ്റെ കുട്ടിക്കാലത്തെ പറ്റിയാണ് ഓർക്കുന്നത്. ഇതൊരു സുന്ദരമായ ഒരു കാലഘട്ടമായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയുള്ള കാലം. ഒന്നിനെ പറ്റിയും അറിയണ്ട, ഒരു ടെൻഷനും ഇല്ലാതെ എല്ലാ ടെൻഷനുകളും ഏറ്റുവാങ്ങി അച്ഛനും അമ്മയും നമ്മളെ കുട്ടിക്കാലത്ത് വളർത്തുന്നു. സ്വന്തമായി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് അവരനുഭവിച്ചു വന്നിരുന്ന ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത്. കൂടുതൽ ഇഷ്ടം തോന്നുകയാണ് അച്ഛനോടും അമ്മയോടും ആ ഒരു നിമിഷത്തിൽ. അച്ഛൻ, ആ ഒരു വാക്ക് എത്രയേറെ വിലപ്പെട്ടതാണെന്ന് നഷ്ടമാകുമ്പോഴാണ് തിരിച്ചറിയുന്നത്. ഞാൻ കൊതിക്കുകയാണ് അച്ഛാ എന്ന് വിളിക്കാൻ. ആ വിളി കേൾക്കാൻ അച്ഛനില്ല എന്നുള്ളത് യാഥാർത്ഥ്യവുമാകുന്നു. ആ യാഥാർത്ഥ്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇനി മുന്നോട്ടുള്ള ജീവിതം. പക്ഷേ എൻ്റെ മനസ്സിൽ, എൻ്റെ ഉള്ളിൽ എൻ്റെ അച്ഛൻ എന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ ഓർമ്മകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയ നല്ല വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം പപ്പീസ് ഓർബിറ്റ്. പുതിയ നല്ല വീഡിയോയുമായി വരാമേ.